എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പല ആൾക്കാരും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അസ്ട്രോളജർമാരുടെ അടുത്ത് പോകുന്ന ആൾക്കാരാണ്. ഈ അസ്ട്രോളജർമാർ കഴിവുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നല്ല മിടുക്കന്മാരായ ആളുകളുണ്ട്. പ്രശ്നം വെച്ച് കൃത്യമായിട്ടുള്ള ഫലം പറയുന്ന ആളുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഇവരുടെ സമയങ്ങളിൽ. എന്നെ പണ്ടൊക്കെ ഞാൻ പോകുമായിരുന്നു. ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോകാറില്ല. പക്ഷേ അതേപോലെ തന്നെ ഇതിനെപ്പറ്റി ഭാഗികമായിട്ട് അറിവുള്ള ആൾക്കാരുമുണ്ട്. ഞാനും കുറ്റമായിട്ടോ കുറവായിട്ടോ പറയുന്നില്ല കേട്ടോ. പ്രാക്ടീസ് കുറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ടത് പ്രൊഡിക്ഷൻസ് ചെയ്യാൻ ഒരു ദൈവാധീനത്തിൻ്റെ ഒരു കുറവുള്ള ചില ആൾക്കാരുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ 3 പേരുടെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ 3 പേരും 3 രീതിയിലായിരിക്കും പറയുക. അത് ഞാൻ കുറ്റമായിട്ടോ കുറവായിട്ടൊന്നും പറയുന്നതല്ല. ചിലപ്പോൾ നോക്കാൻ ചെല്ലുന്ന ആളുടെ സമയദോഷം കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് അത്രേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയും വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആളുകൾ വഴിതെറ്റി റൂട്ട് മാറി പോകുന്നത് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നം വെച്ച് കഴിയുമ്പോൾ ശത്രുബാധയാണെന്ന് പറയും. ശത്രുബാധ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഏതോ ശത്രു നമുക്കെതിരെ ആഭിചാരകർമ്മം ചെയ്തേക്കണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും ആരാണ് ചെയ്തേക്കണത്. അപ്പോൾ ചില ജ്യോത്സ്യന്മാർ ഇത് ഏകദേശം പറഞ്ഞു കൊടുക്കും, ഇത് ഇന്നൊരാളാണ്, അല്ലെങ്കിൽ അവരത് പ്രശ്നം വെച്ച് വീണ്ടും വീണ്ടും നോക്കി ബന്ധത്തിൽപ്പെട്ട ആൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ണർ, അങ്ങനെയുള്ളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതി കയറി വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളപ്പോൾ ഒരു ശത്രുവിനെ നമ്മൾ ലക്ഷ്യം വെക്കുകയാണ്, അയാൾ നമ്മുടെ ശത്രുവാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ അത് ആരാണെന്നോ അങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി കൂടുതൽ അപഗ്രഥനം നടത്താതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജി ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് കളയാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞു വന്നത് വേറൊരു ഭാഗത്തെ പറ്റിയാണ്. ഈ അബോർഷൻ സോള് നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്നുണ്ട്. ഒരു അബോർഷൻ ചെയ്തൊരു വീട്ടിലൊരു സ്ത്രീ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സോള് എങ്ങും പോകുന്നില്ല. അത് അബോർഷൻ ചെയ്യുന്ന ആളുടെ മേത്ത് ഇരിക്കണമെന്ന് നിർബന്ധമില്ല. മിക്കവാറും ഞാൻ കണ്ടേക്കണത് ഭർത്താവിൻ്റെ മേത്ത്, കുട്ടികളുടെ മേത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മേത്ത്, അങ്ങനെയാണ് കൂടുതലും കണ്ടേക്കണത്. നമ്മൾ ഒരുപാട് കേസുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിലാണ് ഞാനതൊക്കെ പറയണത്. പക്ഷേ പ്രശ്നത്തിൽ തെളിയുമ്പോൾ ശത്രുബാധയായിട്ട് കാണും. പക്ഷേ ശത്രുബാധ ആവില്ല. ശത്രുബാധയായിട്ട് കാണുന്നത് ഈ ഒരു സോളിൻ്റെ പ്രസൻസാണ്. ഈ ആത്മാവ് ശത്രുവായിട്ടല്ല ഇരിക്കണം, നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം. കാരണം അതിൻ്റെ ജീവിതം നമ്മൾ അബോർഷനിലൂടെ ഇല്ലാണ്ടാക്കുന്നു. അപ്പോൾ അത് ഒരു ശത്രു മനോഭാവത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലൈറ്റിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ അതേപോലെ കഴിവുള്ള ഒരാളത് ചെന്ന് കഴിയുമ്പോൾ മാത്രമാണ് ആ സോളിന് ലൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു, കർമ്മത്തിനെ ബാധിക്കുന്നു, ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകുന്നു, രോഗിയായി പോകുന്നു, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഈ അബോർഷൻ സോള് കണ്ടുപിടിക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട്, മിടുക്കന്മാരായ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന 1-2 ജ്യോത്സ്യന്മാരുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അവരിതിങ്ങനെ പറയണത്. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർ ഇതേപോലെ പറഞ്ഞു വരുമ്പോൾ അത് ശത്രുബാധയായി പോകും. ഞാൻ കുറ്റമായിട്ട് പറയണതല്ല കേട്ടോ, പിന്നെ ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ കാണുന്നവർ തെറ്റിദ്ധരിക്കരുത്. ഞാനങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. ചില സത്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി അത് അനലൈസ് ചെയ്ത് വീണ്ടും നിങ്ങളത് അങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ശത്രുബാധ എന്ന് പറയുമ്പോൾ ജ്യോത്സ്യം പറഞ്ഞാൽ നിങ്ങൾ പറയണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഒരു അബോർഷൻ നടന്നിട്ടുണ്ട്, വീട്ടിൽ നടന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അമ്പ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ജ്യോത്സ്യന് ഒന്നും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും കൂടി അയാൾ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ഈ ഒരു സോളാണെന്നുള്ളത് അവർക്ക് തെളിയിക്കാൻ പറ്റും. നിങ്ങളുടെ സഹായത്തോടെ തെളിയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ജ്യോത്സ്യന്മാരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാനൊന്നും അല്ല കേട്ടോ. ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. അവർ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു സംഗതി ഞാൻ 1-2 കേസുകളിൽ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി നോക്കാനായിട്ട് പറയുന്ന ആളാണ് ഞാൻ. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ മരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് നിങ്ങൾ പറയുക ഇന്ന് സംഭവം ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പ്രശ്നത്തിൽ തെളിയുമ്പോൾ ശത്രുബാധയായിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശത്രുവിനെ എയിം ചെയ്യുന്നു. ഇന്ന ആളായിരിക്കും ശത്രു, അയാൾ നമുക്കെതിരെ ആഭിചാരം ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരെന്ത് ചെയ്യും, അയാൾക്കെതിരായിട്ട് ആഭിചാരകർമ്മം തിരിച്ച് ചെയ്യാൻ ശ്രമിക്കും.
അത് അതിനേക്കാളും അപകടമാണ്, നമുക്ക് കർമ്മം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും നിങ്ങൾ പോകരുത്. നിങ്ങളതിനെ റിലീസ് ചെയ്ത് സോളിനെ റിലീസ് ചെയ്ത് കളയാനുള്ള പരിപാടികൾ ചെയ്യുക. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക. നമുക്ക് തന്നെ പ്രോഗ്രാം ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലോ അല്ലെങ്കിൽ പൂജാരികളിലോ പോയിട്ട് പറയുക, ഇങ്ങനെ സംഭവമുണ്ട്, അതിനെ ആവാഹിച്ച് കളയണം, ലൈറ്റിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ അവരതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ചെയ്യാം, എന്നാലും മതി. എന്നാലും നമ്മളത് ചെയ്ത് ഒഴിവാക്കി കളയണം. അതിനെ റിലീസ് ചെയ്ത് ലൈറ്റിലേക്ക് മോക്ഷത്തിലേക്ക് പറഞ്ഞയക്കണം, കർമ്മം ചെയ്യണം. അതിനെവിടെയെങ്കിലും ബന്ധിക്കുക പിടിക്കാനല്ല വേണ്ടത്. അതിനെ നമ്മൾ ശരിക്കുള്ള സ്ഥലത്തേക്ക്, അതിനെ ലൈറ്റിലേക്ക് പറഞ്ഞേക്കാമെന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.